ഡോക്ടറെ ഒരു ഡൗട്ട്, വിസ്ഡം ടൂത്ത് എക്സ്ട്രാക്ഷന് മാത്രം എന്തിനാണ് ഇത്രയും കോസ്റ്റ്ലി ആവുന്നത്? ഓക്കെ, അപ്പോൾ ആ ഡൗട്ട് ഒന്ന് നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുത്താലോ? അതെ അതെ, സന്തോഷം. നോർമലി പല്ലെടുക്കുന്നത് നമ്മുടെ മോണയ്ക്ക് മേലെ വളർന്ന് നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ നിൽക്കുന്ന പല്ല് കേടാവുകയോ അല്ല വേറെ ബ്രോക്ക് ആവുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ പല്ല് നമ്മൾ എടുക്കുന്നത്. അതൊരു സിമ്പിൾ പ്രൊസീജിയറാണ്. ഒരു 15 to 20 മിനിറ്റ്സിൽ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവും. പക്ഷേ വിസ്ഡം ടൂത്ത് എന്ന് പറയുന്നത് നമുക്ക് 18 to 25 ഇയർ ഓൾഡിൽ വരുന്ന ഇറക്റ്റ് ആവുന്ന ഒരു പല്ലാണ്. സോ ആ പല്ല് മോസ്റ്റ്ലി ഒരു 70% ഓഫ് പീപ്പിൾസിനും ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മുടെ മാൻഡിബിളിൽ സ്പേസ് ഇല്ല. സോ അങ്ങനെ സ്പേസ് ഇല്ലാതെ വരുമ്പോൾ അത് ബോണിൻ്റെ ഉള്ളിൽ നിൽക്കുകയും അതുപോലെ അടുത്തുള്ള പല്ലിനെ ഡിസ്റ്റർബ് ചെയ്യുകയും ചെയ്യുന്നു. സോ ഇതിന് പറയുന്ന പേരാണ് ഇംപാക്ഷൻ എന്ന്. സോ ഈ ഇംപാക്ഷൻ ആയിട്ടുള്ള ടൂത്ത് നമുക്ക് റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയറിന് പറയുന്നവരാണ് ഡിസ്ഇംപാക്ഷൻ. ഇതൊരു മൈനർ സർജിക്കൽ പ്രൊസീജിയർ ആണ്. ഇതിന് ഒരു 1.5 മണിക്കൂറെങ്കിലും സമയം എടുക്കും ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവാൻ. അതുപോലെ തന്നെ ഇതിന്റെ കോസ്റ്റ് വൈസും കുറച്ച് കൂടുതലാണ്. ഇത് എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കിയാലോ? ഇമ്പാക്റ്റ് ആയി നിൽക്കുന്ന പല്ലിൻ്റെ ഏരിയയിൽ ചെറുതായി മോണ ഓപ്പൺ ചെയ്യും. അതുപോലെ തന്നെ അവിടുത്തെ ബോണ് ട്രിം ചെയ്ത് ആവശ്യം വരികയാണെങ്കിൽ പല്ലിനെ തന്നെ 2ആയി കട്ട് ചെയ്ത് ഈ പല്ലിനെ റിമൂവ് ചെയ്യുന്നു. അതിനുശേഷം ആ സ്പേസ് നല്ലോണം മെഡിസിനൽ വാഷ് കൊടുത്ത് ക്ലീൻ ചെയ്തതിന് ശേഷം സീച്ചർ ഇടുക. ഈ പ്രൊസീജിയറിന് ശേഷം നിങ്ങൾക്ക് 2 days എങ്കിലും സ്വെല്ലിംഗ് ഉണ്ടാവും, പെയിൻ ആൻഡ് ഡിസ്കംഫർട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ ഡോക്ടർ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയും മൗത്ത് എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൗത്ത് ഓപ്പണിംഗ് വന്ന് നോർമലായിട്ട് കൊണ്ടുവരാൻ സാധിക്കും.